ചില ആളുകളുണ്ട് മറ്റ് സ്ഥാപനങ്ങളിൽ മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ ഭയങ്കര സക്സസ് ആയി. പക്ഷെ സ്വന്തമായിട്ട് ഈ ബിസിനസ് തുടങ്ങിയാലും ഒന്നും ഹാർഡ് വർക്ക് ചെയ്താലും കഷ്ടപ്പെട്ടാലും രക്ഷപിടിക്കില്ല. സംഭവം നല്ല വിവാഹം കിട്ടാൻ തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കാൻ പറയുന്നത് ഈ ഒരുപാട് കഴിക്കാതെ ഒന്ന് ഡയറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ പറയുന്ന വ്യക്തി പോയി കഴിക്കണം, അത് ശരിയാട്ടോ. അത് ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഈ ശബരിമല പോകുന്നെങ്കിൽ ഒരു തേങ്ങ എന്റെ പേരിലോട്ട് ഒരു കാര്യമില്ല. നമ്മൾ പോണം ഇപ്പൊ ഓൺലൈനല്ലേ, ഒരു കാര്യമില്ല. അതിന്റെ കഥ എന്ന് അറിയോ? എന്നോട് ഗുരുവായൂർ തന്ത്രി എനിക്ക് പരിചയമുണ്ടായിരുന്നു, പറഞ്ഞു ചിത കത്തിച്ച ചിതയിൽ കിടക്കുമോ, അവർക്കൊന്നും പറ്റില്ല. അതിന്റെ വീഡിയോകളുണ്ട്. അതെ, അപ്പൊ അത് മാത്രമല്ല അന്ധവിശ്വാസം എന്ന് പറയുന്നു. ഈ ശബരിമലയുടെ നമ്മുടെ അയ്യപ്പൻ വിളക്കിനെ ഞാനൊക്കെ ചെറുതായിക്ക് വേണ്ടുണ്ട്, തിളയ്ക്കണ എണ്ണയെന്ന് അപ്പം കോരിയെടുക്കും, കൈ കൊണ്ട് കോരിയെടുക്കും, ഉള്ളില്ല. നരബലിയെ നിങ്ങൾ അംഗീകരിക്കും? അതേപോലെ നരബലി ഇപ്പോഴും നടക്കുന്നുണ്ട്, ഉണ്ടാവും. അങ്ങനത്തെ ഒരു ദുരാചാരം തെറ്റാതൊക്കെ ആ കുട്ടി ജനിച്ചായിട്ട് കുറ്റം കൊണ്ടാ, നമ്മള് കുറ്റം കൊണ്ടാ അല്ലേ? പണ്ട് കാടിനെയും കോഴിയും മനുഷ്യനെ വരെ കൊല്ലുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ ഇത് വിശ്വാസമാണെങ്കിൽ ശാസ്ത്രമല്ലേ? അതങ്ങനെ അത്രയ്ക്ക് വിവരമില്ലാത്തോണ്ടായിരിക്കും. പുറത്തുനിന്ന് കേൾക്കുന്നത് ഈ വീഡിയോ കാണുമ്പോൾ പറയുന്നതൊക്കെ ചുമ്മാ, അതൊക്കെ പറയും വിശ്വാസം. അവനവന് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതൊക്കെ വിശ്വാസം വരും, ശരിയല്ലേ? 29 വയസ്സുള്ള ഒരു പെൺകുട്ടി, ജോലിയൊക്കെ ഉണ്ട്, ക്രിസ്ത്യൻ വിശ്വാസിയാണ്, ക്രിസ്തു മത വിശ്വാസിയാണ്. പുള്ളിക്കാരി പറയാണ്, എനിക്ക് ഒന്നിൻ്റെ ഒരു കുറവുമില്ല, സൗന്ദര്യമുണ്ട്, വീട്ടിൽ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ കല്യാണം നടക്കുന്നില്ല. ഇപ്പൊ ജാതകം ചേരുന്ന വിഷയമൊന്നും അവർക്കില്ല, ക്രിസ്തു മത വിശ്വാസിയാണ്, പക്ഷെ എൻ്റെ കല്യാണം നടക്കുന്നില്ല. എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ വേണം, ഞാൻ ആരോട് തന്നെ സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചു. ആഭിചാരമൊന്നും അല്ലല്ലോ? അല്ലല്ല, ആഭിചാരമല്ല, വശം ചെയ്യണത് ഭർത്താവല്ലേ, താലി കെട്ടി ഭർത്താവല്ലേ. അപ്പൊ അതിന് കരിക്ക് വശം ചെയ്യാം, കരിക്ക് വശം ചെയ്തിട്ട് മാറി നാരങ്ങ വശം ചെയ്യും, എന്നിട്ടും ശരിയായില്ലെങ്കിൽ ഐക്യമത്യ ഹോമം ചെയ്യും. ആ ഹോമത്തിന് എക്സ്പെൻസീവാ, നെയ്യൊക്കെ മേടിക്കണ്ടേ. ഈ കരിക്കിനും എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10,000-3,000 രൂപയ്ക്ക് 4,000, അതിൽ കൂടുതൽ വരില്ല. പലരും എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ 50,000 അതൊന്നും വരില്ല, 50 വരില്ല, ഏറി വന്നാൽ 5,000-10,000 അത്രേ ഉള്ളൂ. രോഹിത് ഒരു ബ്ലാക്ക് മാജിക് ചെയ്യാണ് ഒരാളെ കണ്ടിട്ട് എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഒരു കൂടോത്രം ചെയ്യും. എനിക്കത് എങ്ങനെയാണ് ഒഴിവാക്കാൻ സാധിക്കുക? അത് പറ്റും, ഒഴിവാക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ ശത്രുദോഷം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ ശത്രുദൊക്കെ ഒരാൾ നന്നാവുള്ളാക്ക് കണ്ണേറ് വരും. പിന്നെ അല്ലാതെ ചിലത് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനി നമ്മൾ നടത്തുകയാണ്, എല്ലാവരും ഉണ്ട്, ഒരാളെ പുറത്താക്കി, എന്തെങ്കിലും അയാളുടെ മോശം കൊണ്ടായിരിക്കാം പുറത്താക്കി, പക്ഷെ ആൾ നമുക്കിട്ട് പണി. ഇതൊന്നുമില്ലാത്ത ആൾക്കാരുണ്ടാവും, സമയം അറിയില്ല, ജനിച്ച സമയം അറിയാം ഒന്നും അറിയില്ല. അപ്പം നീ നമുക്ക് അവിടെ വെച്ച് കേരളത്തിൽ എറണാകുളത്ത് ജനിച്ച ആളുടെ ഏറ്റവും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ ടാലാണ് പ്ലേസ് ഓഫ് ബർത്ത് നമ്മൾ കമ്പൽസറി ചോദിക്കുന്നത്. ശനിദശ എല്ലാവർക്കും മോശമൊന്നുമല്ല. ചിലരുടെ ശനി നീചത്തിൽ നിൽക്കുന്ന ശനിയാണെങ്കിൽ ശനിദശ വളരെ മോശമായിരിക്കും. അതിനിടയ്ക്ക് ഒരു ഏഴശനി വരും, ചിലപ്പോൾ കണ്ടകശനി വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ആകപ്പാട്. പിന്നെ ചിലരെന്ന് പറഞ്ഞാൽ ബിസിനസ് തുടങ്ങും. ഒരു ബിസിനസ് തുടങ്ങിയാൽ പെട്ടെന്ന് തകരൊന്നുമില്ല. അബാക് മീഡിയയിൽ വീണ്ടും ഡോക്ടർ രാജലക്ഷ്മി മാഡം. അമ്മ നമസ്കാരം. എനിക്ക് അമ്മയെന്ന് വിളിക്കാനാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് തുടക്കം മുതൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. നമ്മൾ അബാക് മീഡിയയിലൂടെ ചെയ്ത എല്ലാ എപ്പിസോഡുകളും നല്ല രീതിയിൽ ആളുകൾ സ്വീകരിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ വീഡിയോ കണ്ടു. ഒരുപാട് പേർ അമ്മയുടെ നമ്പർ ചോദിച്ചു, വിളിച്ചു. അമ്മയെ വിളിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സന്തോഷം. ഒരുപാട് പേർക്ക് ആശ്വാസം പകരാനോ അവരുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി കൊടുക്കാനോ നമ്മളും ഒരു കാരണമായി മാറിയല്ലോ. നമ്മളിരിക്കുമ്പോൾ ഈ പൊതുവെ കേൾക്കുന്ന ഒരു സംഭവം, ഈ ജ്യോതിഷം പറയുന്നവരെ, ജ്യോത്സ്യം പഠിച്ചിട്ടുള്ള ആളുകളെ കൺസൾട്ട് ചെയ്യാൻ വരുമ്പോൾ കൂടുതലായി നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന വിഷയമായിരിക്കും കടബാധ്യത, വരുമാനം കുറവ്, തൊഴിലില്ലായ്മ, ബിസിനസ് തകർച്ച, അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും കൂടുതലും വരിക. ഇതിനെയൊക്കെ എങ്ങനെയാണ് നിത്യജീവിതത്തിൽ ഈശ്വരവിശ്വാസത്തിലൂടെയോ ജ്യോതിഷത്തിലൂടെയൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത്? ഒരു വ്യക്തി വരുമ്പോൾ അവരുടെ ജനിച്ച സമയവും ഡേറ്റും എല്ലാം അറിയാമെങ്കിൽ, സമയമൊക്കെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ആ സമയത്തിൻ്റെ ദശാകാല ദോഷങ്ങളുണ്ടാവും. ഇപ്പോൾ രാഹുദശ വന്നു, ശനിദശ എല്ലാവർക്കും മോശമൊന്നുമല്ല. ചിലരുടെ ശനി നീചത്തിൽ നിൽക്കുന്ന ശനിയാണെങ്കിൽ ശനിദശ വളരെ മോശമായിരിക്കും. അതിനിടയ്ക്ക് ഒരു ഏഴശനി വരും, ചിലപ്പോൾ കണ്ടകശനി വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ആകപ്പാട് ചുറ്റി. പിന്നെ ചിലരെന്ന് പറഞ്ഞാൽ ബിസിനസ് തുടങ്ങും. ഒരു ബിസിനസ് തുടങ്ങിയാൽ പെട്ടെന്ന് തകരൊന്നുമില്ല, അവർക്ക് ബിസിനസ് ചെയ്യാൻ യോഗം ഉണ്ടാവില്ല. 2ാം ഭാവം കൊണ്ട് ചിന്തിക്കുക. 2ാം ഭാവത്തിൽ ലഗ്നം എന്ന് പറയും, ജനിച്ച സമയം. ആ ജനിച്ച ലഗ്നത്തിന് 2ാം ഭാവത്ത് രാഹു, കേതു ഒക്കെ വരികയാണെങ്കിൽ ആൾ ബിസിനസ് തകരും. ആദ്യമേ തന്നെ അറിയാൻ പറ്റും. അതിപ്പോൾ നോക്കി കിട്ടാണല്ലോ ചെയ്യണത്. അപ്പോൾ നോക്കിയപ്പോൾ എന്താ നോക്കി, ചിലപ്പോൾ നോക്കാതെ ചെയ്യും. അപ്പോൾ നല്ല പൈസയുടെ തുടങ്ങിയ ചില ആളുകളുണ്ട് മറ്റ് സ്ഥാപനങ്ങളിൽ, മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ ഭയങ്കര സക്സസ് ആയി. പക്ഷെ സ്വന്തമായിട്ട് ഈ ബിസിനസ് തുടങ്ങിയാലും ഒന്നും ഹാർഡ് വർക്ക് ചെയ്താലും കഷ്ടപ്പെട്ടാലും രക്ഷപിടിക്കില്ല. സംഭവം. അങ്ങനെ ജാതകത്തിൽ ബിസിനസ് ചെയ്യാൻ യോഗം ഉണ്ടാവില്ല.
അപ്പം അങ്ങനെ തകർന്നു വരുമ്പോഴായിരിക്കും ജ്യോത്സ്യനെ കാണാൻ വരുന്നത്. അപ്പം ആദ്യം തന്നെ അവർക്ക് ജാതകം ഉണ്ടെങ്കിൽ നമ്മൾ ജാതകം പരിശോധിക്കും. ജാതകം കറക്റ്റ് സമയമൊക്കെയാണ് ജാതകം പരിശോധിച്ചും ജനിച്ച സ്ഥലത്തിൻ്റെ വേരിയേഷൻ വരും. ഇപ്പോൾ ഡൽഹി ജനിച്ച ആളുടെ ലഗ്നവും എറണാകുളത്ത് ജനിച്ച ആളുടെ ലഗ്നവും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതാണ് പ്ലേസ് ഓഫ് ബർത്ത് നമ്മൾ കമ്പൽസറി ചോദിക്കുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ അറിയാം, കാണുമ്പോൾ തന്നെ അറിയാം. ചിലപ്പോൾ ഇയാൾക്ക് നല്ല യോഗമുള്ള ആളായിരിക്കും, പക്ഷേ സമയം മോശമായിരിക്കും. 2 വ്യാഴമൊക്കെ ആയിരിക്കും, നല്ല യോഗമുള്ളതായിരിക്കും, ശുക്രനൊക്കെ ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ രാഹുദേശവും വ്യാഴം തന്നെ, വ്യാഴദേശം എല്ലാവർക്കും നല്ലതൊന്നും ചിലരെ മകരത്തിൽ നിൽക്കുന്ന വ്യാഴമൊക്കെ, മകരത്തിൽ 5 ഡിഗ്രി വരെ വ്യാഴത്തിന് നീചത്വമാണ്. ആ സമയത്തൊക്കെ ജനിച്ചവർക്കാണെങ്കിൽ ഒരു ഗുണം ഉണ്ടാവില്ല വ്യാഴം. അപ്പോൾ ഇതെന്താണ് സംഭവം നമ്മൾ അനലൈസ് ചെയ്യണം, നോക്കിയിട്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചിട്ട് പിന്നെ പാപങ്ങൾ മുൻജന്മത്തിൻ്റെയാണോ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അവർക്ക് യോഗമില്ലെങ്കിൽ അവർ ഈ ബിസിനസ് നിർത്തിക്കും. അപ്പം ഞങ്ങളൊരു വീഴത്തിൽ നല്ല രീതിയിൽ തുടങ്ങി. അപ്പോൾ വൈഫിൻ്റെ പേര് ജാറ് കൊടുക്കും. അപ്പോൾ അവരുടെ പേരിൽ അവർക്ക് യോഗമുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടത്തിയിട്ട് ഇദ്ദേഹം നടത്താമല്ലോ. അങ്ങനെ ഈ രജിസ്ട്രേഷനും ബാക്കി കാര്യങ്ങളൊക്കെ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റിയിട്ട് ഇദ്ദേഹത്തിന് നടത്തിപ്പുകാരനാവും. പിന്നെ മറ്റുള്ളവരുടെ പേര് ചെയ്ത് ഇവർ ലാഭം കിട്ടില്ലല്ലോ. ഭാര്യ, മക്കള്, അമ്മ അവരൊക്കെ പേരിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അവർ സക്സസ് ആവും. ഇങ്ങനെ പല കാര്യങ്ങളും വെറുതെ ബിസിനസ് ചെയ്തിട്ട് കാര്യം, ഒരാൾ ബിസിനസ് ചെയ്ത് മറ്റൊരാൾ ബിസിനസ് വിജയിക്കില്ല. ചിലർക്ക് കാറ്ററിംഗ് ആയിരിക്കും നല്ലത്, ചിലർക്ക് ഇരുമ്പ് ബിസിനസ് ആയിരിക്കും. 2ാം ഭാവത്ത് ആദ്യത്തിനാണെങ്കിൽ ഇരുമ്പ് ബിസിനസ് നന്നായിരിക്കും. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കച്ചവടമല്ല, ബന്ധപ്പെട്ട സ്റ്റീൽ പാത്രങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരി. സ്റ്റേഷനറി കടകളൊക്കെ നന്നായിരിക്കും. അപ്പോൾ അതേപോലെ ശുക്രനൊക്കെ ആണെങ്കിൽ കാറ്ററിങ്, അതേപോലെ തുണി വ്യവസായം, അങ്ങനെയൊക്കെ അത് ഓരോരുത്തരും ജാതകപ്രകാരം നമ്മൾ നോക്കിയിട്ടാണ് പറയണത്. ഇപ്പോൾ ശുക്രൻ 2-ലാണെന്ന് വിചാരിച്ചു, ചിങ്ങലഗ്നക്കാരൻ ശുക്രൻ 2-ലാണ്, ശുക്രൻ നീചത്തിലാണ്, വിജയിക്കില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് അവലോകനം ചെയ്തു. ഇതൊന്നുമില്ലാത്ത ആൾക്കാരുണ്ടാവും, സമയം അറിയില്ല, ജനിച്ച സമയം അറിയാം, ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് നോക്കും. അവിടെ ഒരു രൂപ വയ്ക്കാൻ പറ്റും, നാണയം വയ്ക്കാൻ പറ്റും. നാണയം വെച്ചിട്ട് ഒറ്റ രാശി പ്രശ്നം എന്ന് പറയും. ആ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് അറിയാൻ പറ്റും. ചിലർ വന്ന് അവർക്ക് സമയവും നല്ലതാണ്, ബിസിനസ് ചെയ്യാൻ യോഗമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ബിസിനസ് വിജയിക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ ശത്രുദോഷം ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അതിൻ്റെ പ്രതിവിധിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും എങ്ങനെയാണ് ശത്രുദോഷം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ശത്രുദോഷം എന്ന് പറഞ്ഞാൽ ശത്രുവൊക്കെ ഉണ്ടാവുള്ള ഒരാൾ നന്നാവുന്ന ഒരാൾക്ക് ഉണ്ടാവില്ല. കണ്ണേർ വരും. പിന്നെ അല്ലാതെ ചിലത് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനി നമ്മൾ നടത്തുകയാണ്, എല്ലാവരും ഉണ്ട്, ഒരാൾ പുറത്താക്കി, എന്തെങ്കിലും അയാളുടെ മോശം കൊണ്ടായിരിക്കാം പുറത്താക്കിയത്, പക്ഷെ ആൾ നമുക്കിട്ട് പണിയും. അതാണ് നേരിട്ട് തള്ളാൻ പറ്റില്ലല്ലോ നമ്മൾ വന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഈ കുതന്ത്രങ്ങളിൽ കൂടി പോയി ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കണ്ണീർ, ബ്ലാക്ക് മാജിക്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മൾ ശ്യാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ, കോട്ടയം കാസർഗോഡുകാരനാണ്, ആള് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളാണ്. ആളെ തന്നെ വന്നിരുന്ന് പറയുന്നത് അയാൾ വശ്യം ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. വശ്യം ബ്ലാക്ക് മാജിക് അല്ലല്ല വശ്യം ബ്ലാക്ക് മാജിക്. ബ്ലാക്ക് മാജിക്കിൽ എന്തൊക്കെയാ വരുന്നത്? ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ ക്ഷുദ്രം, ആഭിചാരം, ഇതൊക്കെയാണ് ബ്ലാക്ക് മാജിക്. ഇത് അതിന് അദ്ദേഹം പറയുന്നുണ്ട്, അതിന് കർമ്മങ്ങൾ പലതും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ വശ്യം പശുഭാവത്തിലും ചെയ്യാം, അല്ലാതെയും ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ശ്മശാന ഭൂമിയിലൊക്കെ പോയി ഇത് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് ബ്ലാക്ക് മാജിക് പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത് ഇത് 3-4 തരത്തിൽ ചെയ്യാം, ഞാനത് ഏത് വേണമെങ്കിലും ചെയ്യും. ഒരാൾക്ക് എന്റെ കർമ്മങ്ങൾ കാണണമെന്ന് പറഞ്ഞാൽ എനിക്ക് പശുഭാവത്തിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പൂർണ്ണ നഗ്നനായി ഭസ്മം ധരിച്ചാണ് ഇത് ചെയ്യുന്നത്, അത്രയും തീവ്രമായിട്ടാണ് ചെയ്യുന്നതെന്ന് ശ്യാമ പറയുന്നുണ്ട്. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അമ്മ കണ്ടു നോക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ, അപ്പോൾ ഈ വീഡിയോ, ശ്യാമിന്റെ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകൻ വിളിച്ചു ചോദിച്ചു, അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു, ഇത് തിരിച്ചെടുക്കുന്നതിനെ പറ്റി പറഞ്ഞില്ല. അത് തിരിച്ചെടുക്കാൻ സാധിക്കും. അതായത് ഒരാൾ, ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, എനിക്കെതിരെ എൻ്റെ കൂടെ ഉള്ള ആൾ, ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ രോഹിത് എന്ന് വെക്കുക, രോഹിത് ഒരു ബ്ലാക്ക് മാജിക് ചെയ്യുകയാണ് ഒരാളെ കണ്ടിട്ട്, എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഒരു കൂടോത്രം ചെയ്യുന്നു. എനിക്കത് എങ്ങനെയാണ് ഒഴിവാക്കാൻ സാധിക്കുക? അത് പറ്റും, ഒഴിവാക്കാൻ പറ്റും. അതിനാണ് പ്രത്യങ്കിരി ഹോമം, ശൂലിനി ഹോമം, അങ്ങനെയുള്ള ഹോമങ്ങളൊക്കെ ചെയ്ത്, അപ്പോൾ നഷ്ടപ്പെട്ട ധനത്തിനൊക്കെ കുബേരലക്ഷ്മി ഹോമം അങ്ങനെയൊക്കെ ചെയ്ത് നല്ല നല്ല വിവരമുള്ള ആൾക്കാർക്ക് ചെയ്യിച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ഈ ഹോമങ്ങളൊക്കെ. ഓരോരുത്തരുടെ രീതിയല്ലേ, നമ്മൾ ഹോമം ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്യും, എന്താണ് അശ്വാരൂഢം, വശ്യഹോമമൊക്കെ ചെയ്യും. നാരങ്ങ വശ്യം, പിന്നെ പതിവശ്യം, ഭാര്യ ഭർത്താവും കലഹാണി. അവർക്ക് സാമ്പത്തികം ഉണ്ടാവില്ല, ഭർത്താവ് കാശ്. ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്റെ ഭർത്താവിന് മറ്റൊരു ബന്ധം, അത് ഭയങ്കര പ്രശ്നമാണ്. എന്നെ ഇപ്പൊ വേണ്ട, എനിക്ക് പക്ഷെ അദ്ദേഹം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല, അതിനെന്താ ചെയ്യേണ്ടത്? അതിനെ നമുക്ക് വശ്യം ചെയ്യാം, ഐക്യമത്യ വശ്യം, ഐക്യമത്യ ഹോമം ചെയ്യും, വീട്ടിൽ തന്നെ ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാം. ആഭിചാരമൊന്നും അല്ലല്ലോ? അല്ലല്ല, ആഭിചാരമല്ല, വശ്യം ചെയ്യണത് ഒരു ഭർത്താവല്ലേ, താലി കെട്ടി ഭർത്താവല്ലേ, അപ്പൊ അതിന് കരിക്ക് വശ്യം ചെയ്യാം. കരിക്ക് വശ്യം ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ നാരങ്ങ വശ്യം ചെയ്യും. എന്നിട്ടും ശരിയായില്ലെങ്കിൽ ഐക്യമത്യ ഹോമം ചെയ്യും. ആ ഹോമത്തിന് ഇത്തിരി എക്സ്പെൻസീവാ, നെയ്യൊക്കെ മേടിക്കണ്ടേ. ഈ കരിക്കിനും എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഏകദേശം
ഒരു 10,000-3,000 രൂപയ്ക്ക് 4,000 അതിൽ കൂടുതൽ വരില്ല. പലരും എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ 50,000 അതൊന്നും വരില്ല. 50 വരില്ല. ഏറി വന്നാൽ 5,000 10,000 അത്രേ ഉള്ളൂ. അത് ഓരോരുത്തർ രീതി അനുസരിച്ച് ചിലർക്ക് 21 ദിവസമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ കയ്യിലെടുത്ത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നെയ്യ് വേണം, അത് വേണം, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ വേണം. അപ്പോൾ കടലാടി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹത്തിന് തടസ്സം, വിവാഹ യോഗം കൊണ്ട് നടക്കണില്ല, എന്ത് ചെയ്യും? കല്യാണം നടക്കാത്തവർക്കാണെങ്കിൽ നമ്മൾ അശ്വാരൂഢ ഹോമം ചെയ്യും. അത് കല്യാണ യോഗമൊക്കെ ഉണ്ട്, പക്ഷേ എന്തോ ഒരു ചെറിയ കാര്യം കൊണ്ട് തട്ടിപ്പോകും. അപ്പോൾ ഈ കുട്ടിക്കൊരു ആണിനാലും പെണ്ണിനാലും വച്ചിട്ട് കുറവുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതിന് അശ്വാരൂഢ ഹോമം ചെയ്താൽ അതൊക്കെ ചെയ്ത് കൊടുക്കാം, നമുക്ക് ചെയ്യാം. പിന്നെ പഞ്ചസാര ജപിച്ചു കൊടുക്കാം, ഉപ്പ് ജപിച്ചു കൊടുക്കാം. എനിക്കൊരു സംശയമുണ്ട്, ഇതൊക്കെ ജപിച്ചിട്ട് ഇവര് തന്നെ കഴിച്ചാൽ മതി, ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് കൊണ്ട് കൊടുക്കണ്ടേ? അല്ല, ഭർത്താവ് കഴിക്കൂല വീട്ടിൽ നിന്ന്. കഴിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ കാര്യമില്ല, കഴിക്കുകയാണെങ്കിൽ മാറിക്കാണെങ്കിൽ നമ്മൾ നല്ല ഐക്യമത്യ ഹോമം ചെയ്യേണ്ടി വരും. അപ്പം ഒന്നിച്ച് താമസിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും. അപ്പം ഈ ഇടയ്ക്ക് തന്നെ ഒരു 29 വയസ്സുള്ള ഒരു പെൺകുട്ടി, ജോലിയൊക്കെ ഉണ്ട്, ക്രിസ്ത്യൻ വിശ്വാസിയാണ്, ക്രിസ്തു മത വിശ്വാസിയാണ്. പുള്ളിക്കാരി പറയാണ്, എനിക്ക് ഒന്നിൻ്റെ ഒരു കുറവുമില്ല, സൗന്ദര്യമുണ്ട്, വീട്ടിൽ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ കല്യാണം നടക്കുന്നില്ല. ജാതകം ചേരേണ്ട വിഷയമൊന്നും അവർക്കില്ല, ക്രിസ്തു മത വിശ്വാസിയാണ്, പക്ഷെ എൻ്റെ കല്യാണം നടക്കുന്നില്ല. എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ വേണം, ഞാൻ ആരോട് തന്നെ സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഇപ്പോഴല്ല, കുറെ കാലം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അങ്ങനെയൊക്കെയുള്ള വിളിക്കുന്നവർക്ക് എന്താണ്? അവർ ജാതകപരമായിട്ട് കല്യാണ യോഗം ഇല്ലായിരിക്കാം. 7ാം ഭാവം കൊണ്ടാണല്ലോ വിവാഹം ചിന്തിക്കുക. അപ്പോൾ 7ാം ഭാവം ആദ്യം, ഇപ്പോൾ ഉദാഹരണമായിട്ടും ഇപ്പോൾ ചൊവ്വ നീചത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ജനിക്കുന്ന കുട്ടി ഒരു 20 വയസ്സാകുമ്പോൾ കല്യാണം വരുമല്ലോ. അപ്പോൾ മകരലഗ്നത്തിൽ ജനിച്ചു ജനിക്കുക, അപ്പോൾ അതിൻ്റെ 7ാം ഭാവം നീചത്തിലാണ്. അപ്പോൾ 7ാം ഭാവം നീചത്തിലാണെങ്കിൽ അതിൻ്റെ ആ നീചസ്ഥിതി മാറി, എന്തുകൊണ്ട് നീചത്തിലായി നമ്മൾ നോക്കണം. അത് ചിന്തിച്ചാൽ പരിഹാരം ചെയ്താൽ മതി, ആർക്കോളും കല്യാണം. പക്ഷേ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അതിന് സമ്മതിക്കില്ല. അവർ പള്ളിയിൽ ഇപ്പം എന്ത് പറയും, പള്ളിയിലൊന്നും ചെയ്യില്ല. അവർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട്. അപ്പം അവർ എന്തെങ്കിലും ഹൈന്ദവ രീതി ചെയ്യേണ്ടി വരും. ക്രിസ്ത്യൻ രീതിയിൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. അച്ഛന്മാരെ ഹൈന്ദവ രീതിയിൽ രഹസ്യമായിട്ടായാലും ചെയ്താൽ മതി. അതെ, ചെയ്യും അതൊക്കെ ചെയ്യും. അപ്പം പിന്നെ ഇത് ഞാൻ എൻ്റെ സംശയം, ഈ വശ്യം നമ്മൾ ചെയ്യുന്നു, ഇപ്പോൾ കൂടെ താമസിക്കുന്ന ഭർത്താവിന് സ്നേഹക്കുറവ് അല്ലെങ്കിൽ അയാൾക്ക് മറ്റൊരാളുമായി ബന്ധം, ഇതൊക്കെയാണെന്ന് വെക്കുക. പഞ്ചസാരയിൽ നമ്മൾ വശ്യം ചെയ്ത് കൊടുത്തു, ഈ പഞ്ചസാര അദ്ദേഹം കഴിച്ചു, ഇതെങ്ങനെയാ പിന്നെ അത് വർക്ക് ചെയ്യുക? അപ്പം മനസ്സിൽ ഇത് വരും, നമ്മൾ പഞ്ചസാര വെറുതെ കൊടുക്കല്ലോ, ഇത് ജപിച്ചല്ലേ കൊടുക്കണം, അതിലും ഒരു ജപിച്ചല്ലേ കൊടുക്കുക. അപ്പൊ ജപത്തിന്റെ ഒരു ഇത് വച്ചത് വരും. ഇതിനൊന്നും വിശ്വാസമില്ലാത്ത ആളുകളൊക്കെ പറയുന്നത് വിശ്വാസം അങ്ങേർക്ക് വേണ്ട, ഈ കൊടുക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടല്ലോ. അല്ല, ഇത് പുറത്തുനിന്ന് കേൾക്കുന്നവർ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ ചുമ്മാ, അതൊക്കെ പറയും. വിശ്വാസം അവനവന് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതൊക്കെ വിശ്വാസം വരും, ശരിയല്ലേ? ഇപ്പം നമ്മൾ പറയും ഷുഗർ, പഞ്ചസാരയായിട്ട് ചായ കുടിക്കില്ല, ഷുഗർ വരുമ്പോൾ എന്ത് ചെയ്യും? പഞ്ചസാര ഉപയോഗിക്കില്ല. അപ്പം നമ്മളത് മധുരമില്ലാത്ത ചായ കുടിക്കാനോ കാപ്പി കുടിക്കാനോ പഠിക്കും, അഭ്യസിക്കും. അതുവരെ അവനവനെ കൊള്ളുമ്പോഴേ അറിയുള്ളൂ, ശരിയല്ലേ? ഇപ്പം ആർക്കും പൊള്ളി ക്ലാസ്, പക്ഷെ നമ്മുടെ കൈ കൊള്ളുമ്പോൾ നമുക്കറിയാൻ വേദന. അപ്പം നമ്മൾ അന്വേഷിക്കും. അത് ഈ ചില പയ്യന്മാരൊക്കെ ഉണ്ട്, ഭയങ്കര പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര SFI-കാരായിരിക്കും, പാർട്ടിക്കാരാ, മതമില്ല, ജാതിയില്ല, സ്ത്രീധനം വാങ്ങില്ല, ഇങ്ങനെയൊക്കെ ഭയങ്കര നിലപാടായിരിക്കും. പക്ഷെ കല്യാണ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് കല്യാണം ഉറപ്പിക്കുമ്പോൾ സ്വന്തം ജാതി, പിന്നെ അത്യാവശ്യം തമ്മളും പറ്റുന്ന സാമ്പത്തികം. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താടാ എന്ത് പറ്റി, ഇപ്പോ ജാതി നോക്കിയാണല്ലോ കെട്ടിയെ? അപ്പൊ പറയും, എടുത്ത വയല് പറയും, അത് അച്ഛനും അമ്മയും സമ്മതിക്കണ്ടേ. അപ്പൊ സ്വന്തം കാര്യത്തിന് വരുമ്പോൾ അവനവന് കൊള്ളുമ്പോ പൊള്ളും. ഇത് എനിക്ക് പിന്നെ ഞാനിങ്ങനെ അമിത വിശ്വാസിയൊന്നുമല്ല, പക്ഷെ വിശ്വാസിയാണ്. അമിതം കൊള്ളില്ല, അന്ധവിശ്വാസം കൊള്ളില്ല. അന്ധവിശ്വാസിയല്ല, ഞാനൊരു വിശ്വാസിയാണ്. എനിക്ക് കൊട്ടാരക്കര ഗണപതിയാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഭഗവാൻ. എന്റെ മോതിരത്തിൽ പോലും ഞാൻ ഗണപതി വെച്ചു. അപ്പോ എന്റെ ഓഫീസിൽ വരുമ്പോഴും കാണാം എല്ലായിടത്തും ഗണപതിയുടെ ഒരു പ്രസൻസ് ചെയ്യാൻ എല്ലായിടത്തും. അത് എന്തോ എനിക്ക് ആ രൂപത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ നടയിൽ പോയി ഒരു 5 മിനിറ്റ് കണ്ണടച്ച് നിന്ന കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ അഖിൽമാരാരില്ലേ, നമ്മുടെ ബിഗ് ബോസ് അഖിൽമാരും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഗണപതി അമ്പലത്തിന്റെ മുന്നിലിരിക്കുന്ന ഒരു പടം ഇട്ടിട്ട് ഇവിടെ തുടങ്ങിയതൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇട്ടത്. അപ്പം ഞങ്ങൾ കൊട്ടാരക്കാർക്ക് ഗണപതി ഒരു വികാരമാണ്. അപ്പോ ആലുവക്കാർക്ക് മണപ്പുറം പോലെ ഓരോരുത്തർക്കും മഹാദേവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, ഓരോരുത്തർക്കും ഓരോന്നാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അപ്പൊ നമ്മളങ്ങനെ, പക്ഷെ എനിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കൂട്ടുകാർ അടുത്ത് നിൽക്കുന്നവരൊക്കെ കളിയാക്കും, ചെറുതായിട്ടൊരു മുക്കിപ്പനി വന്നാലും ചെറിയ പ്രശ്നങ്ങൾ വന്നാലും ഇവൻ ജോത്സ്യനെ കാണാൻ പോകും. ഞാൻ ജോത്സ്യന്മാരെ കാണാൻ പോകും. ഞാൻ ജോത്സ്യനെ പോയി കണ്ട് എന്റെ സമയമൊക്കെ നോക്കി അവർ കുറെ കാര്യങ്ങളൊക്കെ പറയും, എന്നിട്ട് കുറെ പൂജയൊക്കെ പറയും, അവിടെ അമ്പലത്തിൽ പോകും. ഞാൻ അതൊന്നും ചെയ്യത്തില്ല, പക്ഷെ എനിക്കൊരു കോൺഫിഡൻസാ. അവിടെ ചെന്നിട്ട് രോഹിത ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇവർ പറയുന്നത് കേൾക്കണോ വേണ്ടോ എന്നുള്ളത് ഞാനാണല്ലോ തീരുമാനിക്കുന്നത്. പക്ഷെ എനിക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് കിട്ടും. ഇത്തരത്തിൽ ഈ പറയപ്പെടുന്ന ജ്യോതിഷികളെ
അല്ലെങ്കിൽ ഈ കബഡി നിരത്തി നോക്കുന്ന ആളുകളെയൊക്കെ പോയി കാണുന്ന ഒട്ടനവധി പേരെ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഈ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് പുറമെ ഇത് നടിച്ചടക്കും. ഇത് പുറത്താരും അറിയാതെ ഫോണിലൊക്കെ വിളിച്ചിട്ട് കൺസൾട്ട് ചെയ്യുന്ന ആളുകളുണ്ടോ? ഓ, ഇഷ്ടം പോലെ അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. വെറുതെ വീട്ടിലേക്ക് വരാന്ന് പറയും. ആരെങ്കിലും മകളെ ആരെങ്കിലും കാണാൻ വരുന്ന പറയും. പക്ഷെ കാണാൻ വരുന്ന നമ്മളെയാ പെരേക്കട് വരും എന്ന് നോക്കാൻ. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവർക്ക് എന്താ ഇത് വിശ്വാസമാണെങ്കിൽ വിശ്വാസമാണെന്ന് പറയും. ഇതൊരു ശാസ്ത്രമല്ലേ? അതങ്ങനെ അത്രയ്ക്ക് വിവരമില്ലാത്തതുകൊണ്ടായിരിക്കും. ഇത് ശാസ്ത്രമാണെന്ന് അംഗീകരിക്കും. പക്ഷെ ഒന്നാമത് പറയുന്നത് എന്തായി, കൂടോത്രം, ക്ഷുദ്രം, അവിചാരം എന്നൊക്കെ കേൾക്കണം. ജ്യോതിഷം എന്ന് പറയുന്നത് ശുദ്രം. ജ്യോതിഷത്തിൽ ശുദ്രവും ഇല്ല, അവിചാരവും ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അഥർവവേദം എന്നൊരു വേദമുണ്ട്. ആ അഥർവവേദത്തെ കൂട്ടിയുള്ള സംഭവമാണ് ഇതൊക്കെ. അതിനെ അവരെ വിപുലീകരിച്ച് മോശമായ രീതിയിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ഈ തലയോട്ടി വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നു. അതൊക്കെ ക്ഷുദ്രമാണ്, ക്ഷുദ്രാഭിചാരം. അതൊക്കെ തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ഇപ്പം അത് അംഗീകാരമില്ല അതിനൊന്നും. പണ്ട് കാടിനെയും കോഴിയും മനുഷ്യനെ വരെ കൊല്ലുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടി ജനിച്ച് ചിലപ്പോൾ കുട്ടി ജനിക്കും, കുട്ടി അച്ഛനും അമ്മയ്ക്കും ദോഷമായിട്ട് ജനിക്കും. പക്ഷെ കുട്ടി കൊല്ലാൻ പറ്റുമോ? അത് നമ്മളിപ്പോൾ പണ്ടത്തെ കാലത്ത് കൊല്ലുമായിരുന്നു. അങ്ങനത്തെ ഒരു ദുരാചാരങ്ങൾ തെറ്റാതൊക്കെ ആ കുട്ടി ജനിച്ച അതിൻ്റെ കുറ്റം കൊണ്ട് നമ്മൾ കുറ്റം കൊണ്ടാ അല്ലേ? ഞാൻ ഈ അഭിചാര കർമ്മങ്ങളെ പറ്റി സംസാരിച്ച ആളോട് ഞാൻ ചോദിച്ചു, നരബലിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതേപോലെ നരബലി ഇപ്പോഴും നടക്കുന്നുണ്ട്. അല്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, നരബലി ഞാൻ എങ്ങനെയാണ്, രാജാവിനാണ് നരബലി നടത്താനുള്ള അധികാരമുള്ളത്. ഇപ്പോ പട്ടാളക്കാർ ശത്രുക്കളെ കൊല്ലാറില്ലേ? അത് നരബലിയല്ലല്ലോ. അല്ല, അത് നരബലിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നരബലി എന്ന് പറഞ്ഞാൽ ഈ പാവം കന്യകയായ കുട്ടികളെ, ആ കുട്ടികളെ കൊണ്ട് ഇവരുടെ ചോര കൊണ്ട് അവർക്ക് ധനം ഉണ്ടാവുന്ന ഒരു അന്ധമായ വിശ്വാസം, തെറ്റാതൊക്കെ. അപ്പൊ അതിനെ കൊണ്ടുപോയി പൗർണമിയോ എന്തോ അമാവാസിക്കൊക്കെ കഴുത്തറുത്ത് നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഇല്ല, അതൊന്നൊക്കെ ഇല്ലാതെ. ഇദ്ദേഹം പറയുന്നത് ജീവൻ കളയുക, അത് തെറ്റുകാരുടെ ജീവൻ ഇപ്പോഴും കളയുന്നില്ലേ? കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നില്ലേ? പട്ടാളക്കാർ വെടിവെച്ച് കൊല്ലുന്നു. ഇതൊക്കെ നരബലിയല്ലല്ലോ. അദ്ദേഹം പറയുന്നത് ഇതാണ് നരബലി എന്നാണ് അദ്ദേഹം പറയുന്നത്. നരബലി എന്ന് പറയുമ്പോൾ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരാളെ കുറച്ച്, അതുകൊണ്ട് ഒരു കാര്യം നേടാൻ പോണില്ല. ഒരാളുടെ മനസ്സ് വിഷമിച്ച് നമുക്കൊന്നും നേടാൻ പറ്റില്ല. പ്രാക്കെന്ന് പറയും. ഇപ്പോൾ അധർമ്മകർമ്മം ചെയ്ത ഒരു വ്യക്തി എന്ന് പറയും, ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത അയാളുടെ അവസാനം എന്തായിരിക്കും? അദ്ദേഹം പറയുന്നുണ്ട്, കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ അവസാനം നരകിച്ചേ മരിക്കും. അല്ല, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് ഞാനും എന്റെ കുടുംബവും അനുഭവിക്കണം, അതുകൊണ്ട് അതിന് ഞാൻ പരിഹാര കർമ്മങ്ങൾ വേറെ ചെയ്യും, അതിന് പണം ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ നല്ല ദക്ഷിണ ചോദിച്ചു വാങ്ങുന്ന ആ വീഡിയോ തന്നെ അദ്ദേഹം സത്യമായിരിക്കും. ഞാൻ കർമ്മങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ദക്ഷിണ ചോദിച്ചു വാങ്ങും, ഞാൻ വാങ്ങുന്ന വലിയ തുകയാണ്, അതിന്റെ കാരണം ഇതാണ്, ഇതിന്റെ കർമ്മങ്ങളിൽ നിന്ന് എനിക്കും എന്റെ കുടുംബത്തിനും രക്ഷപ്പെടണം, അതിനുള്ള മറുകർമ്മങ്ങൾ ഞാൻ ചെയ്യണം. അപ്പൊ ഈ തലയോട്ടി വെച്ച് പൂജ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞില്ലേ, ഈ അഘോരികൾ നല്ലതല്ലേ? അഘോരികൾ എന്ന് പറഞ്ഞാൽ ശിവന്റെ ഭക്തന്മാരെ. അല്ല, അവര് ഈ തലയോട്ടി ഉപയോഗിക്കില്ലേ? അതെനിക്കെത്ര പോരാ. അവര് പൂജകളിലൊക്കെ അഘോരികൾ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടേക്കുന്നത് ശിവന്റെ ഭക്തന്മാർ. വേണ്ട, ഭൂതഗണങ്ങൾ. അവർക്ക് ഇതൊന്നും വേണ്ട, അവർക്ക് പൈസയും വേണ്ട, ഒന്നും വേണ്ട, അവരിങ്ങനെ നടക്കും. അവർ അഗ്നിസ്നാനം ചെയ്യും. അതെ, അവർക്ക് ഭയങ്കര ഭക്തിയുള്ളവരാ. അതായത് ചിത കത്തിച്ച ചിതയിൽ കിടക്കുവര്, അവർക്കൊന്നും പറ്റില്ല. അതിന്റെ വീഡിയോകളുണ്ട്. അതെ, അപ്പൊ അത് മാത്രമല്ല, അന്ധവിശ്വാസം എന്ന് പറയുന്നു. ഈ ശബരിമലയുടെ നമ്മുടെ അയ്യപ്പൻ വിളക്കിനെ ഞാനൊക്കെ ചെറുതായി കണ്ടിട്ടുണ്ട്. തിളയ്ക്കണ എണ്ണയെന്ന് അപ്പം കോരിയെടുക്കും, കൈ കൊണ്ട് കോരിയെടുക്കും, പുള്ളില്ല. പിന്നെ ഈ ശൂലം തറക്കില്ലേ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ശൂലം കുത്തിയിട്ട് വന്ന് രാത്രി അഗ്നിക്കാവടി ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇപ്പോഴും ഇവിടെ ചില അമ്പലങ്ങളിലൊക്കെ ഉണ്ട് തീയാട്ടം, ആഴിപൂജ. അല്ല, ആഴിപൂജ കനലിക്കൂടി നടന്നു പോകും ദേവിയുടെ, ഭദ്രകാളിയുടെ ഒക്കെ. ഭദ്രകാളി മുരുകക്ഷേത്രങ്ങളിൽ അഗ്നിക്കാവടി ഉണ്ട്. കാവടി ഏന്തിക്കൊണ്ട് പ്ലാവൻ മുട്ടി കത്തിച്ച കനലിലൂടെ രാത്രിയിൽ നടക്കും. ഒന്നും സംഭവിക്കില്ല. അതൊക്കെ ഭക്തിയുടെ അത് ഭക്തിയുടെ നിറകിലാണ്. കാരണം അത് സ്വാമിമാര് മാത്രമൊന്നുമല്ല, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു വ്രതം എടുത്തിട്ട് അതൊക്കെ വ്രതത്തിന്റെ പണ്ട് തൂക്കം ഉണ്ടായിരുന്നു. അതെന്താണ്? അതും വ്രതം എടുക്കും, 41 ദിവസം വ്രതം എടുത്തിട്ടാണ്. ഇപ്പൊ ശബരിമലയ്ക്ക് 41 ദിവസം വ്രതം എടുക്കണില്ല, എല്ലാവരും കുറച്ച് ദിവസം എടുക്കുള്ളൂ. അതല്ല, അവിടെ പേടിയാണ്, മനുഷ്യൻ ചത്തുവും തൂക്കിയിടും. പക്ഷെ ഇപ്പൊ തൂക്കമുണ്ട്, പക്ഷെ അത് കയറിലാ തൂക്കുന്നത്. ഇപ്പൊ തൂക്കാൻ പാടില്ല, ഇപ്പൊ അതൊക്കെ നിരോധിച്ച മനസ്സിലാ. ഞാൻ ഈ ഇടയ്ക്ക് തമിഴ്നാട്ടിൽ പോയി തൂക്കം കണ്ടിരുന്നു. ഈ തൂക്കം കണ്ടപ്പോ അത് വണ്ടിയുണ്ട്, പക്ഷെ അത് ചരടിലാണ്, ബെൽറ്റിലാണ്. പക്ഷെ അത് സിംബോളിക്കായി ശരീരത്തിൽ ഒരു കുഞ്ഞ് ചൂണ്ടക്കൊളുത്ത് പോലെ കൊളുത്തി വെക്കും. അത് സിംബോളിക്കാണ്. ബാക്കിയെല്ലാം കുട്ടികളെ തൂക്കുന്നത് ഈ ആളുകൾ ബെൽറ്റിലാണ് തൂങ്ങുന്നത്. ഇതിന് കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞാൽ അതല്ല,
ഇതെന്ന് പറഞ്ഞാൽ തൊലി പുറത്തേക്കൂടി തൂക്കിയിടുന്നൊക്കെ പറയണം, ഞാൻ കണ്ടിട്ടില്ല. അല്ല ഉണ്ട്, നമ്മൾ ആ വീഡിയോകളൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ കിട്ടും. പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്. അതൊക്കെ കഠിനമല്ലേ, ദേഹം പീഡനം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പം വ്രതങ്ങൾ എടുക്കുന്നു. വ്രതങ്ങൾ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിച്ചിട്ടില്ലേ. ഭക്ഷണം കഴിക്കാതെ ഷഷ്ടി വ്രതം, തിങ്കളാഴ്ച വ്രതം, നല്ല വിവാഹം വരാൻ തിങ്കളാഴ്ച വ്രതം, ഷഷ്ടി വ്രതം, വ്യാഴാഴ്ച വ്രതം, കുട്ടികളുണ്ടാവും. ഈ സത്യത്തിൽ നല്ല വിവാഹം കിട്ടാൻ തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കാൻ പറയുന്നത് ഈ ഒരുപാട് കഴിക്കാതെ ഒന്ന് ഡയറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് നല്ലതാ, ഉപവാസങ്ങൾ പറയണത് നമ്മുടെ ശരീരത്തിനൊരു ആയുർവേദ ചികിത്സയാണത്. അതെ. പക്ഷേ തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന ശിവനെ പ്രാർത്ഥിച്ചൊക്കെ എടുക്കുമ്പോൾ ശിവന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും. ഒരു കാര്യം ശരിയാണ്, ശിവനെ പ്രാർത്ഥിക്കാൻ തുമ്പപ്പൂ കൊണ്ട് ശിവന് പാർവ്വദേവിക്ക് സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ നല്ല വിവാഹം വരും. അത് ഉറപ്പുള്ള കാര്യമാണ്. വിവാഹ യോഗം ഇല്ലാത്തവർക്കും വരും. പക്ഷേ വെറുതെ അമ്മ പോയി കഴിച്ചാൽ പോരാ, ഈ പറയുന്ന ആ വ്യക്തി പോയി കഴിക്കണം. അത് ശരിയാട്ടോ. അത് ഇവിടെ ഇരുന്നുകൊണ്ട് നീ ശബരിമല പോകുന്നെങ്കിൽ ഒരു തേങ്ങ എന്റെ ഒരു കാര്യമില്ല. നമ്മൾ പോകണം, ഇപ്പൊ ഓൺലൈനല്ലേ, ഒരു കാര്യമില്ല. നമ്മളവിടെ ചെന്ന് ആ തൊഴുത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇവ ഗുരുവായൂരിലോ ചോറ്റാനിക്കരയിലോ ഒക്കെ പോയിട്ട് രക്തപുഷ്പാഞ്ജലി നമ്മൾ കഴിക്കാന്ന് വെച്ചോ, തിരക്കുള്ള സമയത്ത്? ചോറ്റാനിക്കര രക്തപുഷ്പാഞ്ജലി കഴിക്കില്ല. എനിക്കറിയില്ല, ഞാൻ ഉദാഹരണം ഒന്ന് പറഞ്ഞത്. ഞാൻ ചോറ്റാനിക്കര പോകാറുണ്ട് മാസത്തിലേക്ക്. ഞാൻ ഈ രസീത് എഴുതിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനോട് ഒരു താല്പര്യമില്ല. കിഴക്കാവിൽ ഇപ്പോൾ ഏറ്റവും നല്ല മരുന്ന് വഴിപാട് ഏതാണെന്ന് അറിയുമോ? അവിടെ ഗുരുതിക്കൂട്ട് വാങ്ങിക്കാൻ കിട്ടും. 60 രൂപ മറ്റേ ഉള്ളൂ. നമ്മുടെ ആ ഗുരുതിക്കൂട്ട് നെയ്വിളക്ക് വാങ്ങിച്ചു കൊടുത്താൽ ആ ഗുരുതിക്കൂട്ടിൽ എല്ലാം ഉണ്ടാവും. ഈ ഗുരുതിക്കൂട്ട് വൈകുന്നേരത്തെ ഗുരുതിയിൽ ചേർക്കും. എനിക്ക് അവിടുത്തെ ഒരു പൂജാരി പരിചയം. ഞാനത് ചോദിക്കാൻ വന്നത്, പക്ഷെ അത് വളരെ നല്ലതാട്ടോ. ഞാൻ ചോദിക്കാൻ വന്നതെന്നറിയാമോ, ഇവ ഗുരുവായൂരിലോ ഈ ക്ഷേത്രങ്ങളിലോ ഒക്കെ പോയിട്ട് നമ്മളൊരു രസീത് ചീട്ടാക്കാന്ന് പറയും. ചീട്ടാക്കി ഇത് വെക്കും. ഇതിന്റെ പ്രസാദം തരുന്നത് വേറെ എവിടെന്നെങ്കിലും വരുന്ന സാധനമായിരിക്കും. അതിന്റെ കഥ എന്താ അറിയോ? എന്നോട് ഗുരുവായൂർ തന്ത്രി എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. പറഞ്ഞു, ഈ എത്ര പുഷ്പാഞ്ജലികൾ അവിടെ ഉണ്ടോ, അവിടെയൊക്കെ നടയടച്ച എപ്പോഴും തുറക്കൂല, കുറേ നേരം കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ. അവിടെ ആ ചാർട്ടിൽ എത്ര പുഷ്പാഞ്ജലി ഉണ്ട്, ആ പുഷ്പാഞ്ജലി മുഴുവൻ 27 നക്ഷത്രവും പറഞ്ഞിട്ട് ചെയ്യും. അങ്ങനെയാ? 27 നക്ഷത്രം. ആര് പ്രസാദം മേടിച്ചാലും അതിന് ബലമുണ്ട്, മേടിച്ചില്ലെങ്കിലും ബലമുണ്ട്. ഞാൻ അതുകൊണ്ട് ഈ വലിയ ക്ഷേത്രങ്ങളിൽ പോയത് ഇതാണ് അവര്. നമ്മളിപ്പോൾ ചെറിയ ക്ഷേത്രത്തിലാണെങ്കിൽ അവർ ഉറക്കം വിളിച്ചു പറയും. അത് ഭാഗ്യസൂക്തം എത്ര പറയും? 7 സ്റ്റാൻസ് ഉണ്ട്. 7 സ്റ്റാൻസ് ഒന്നും പറയില്ല. പ്രാതജ്ഞം പ്രാതർമ്മ കഴിഞ്ഞു, ബാക്കി മുഴുവൻ പറയാറുണ്ട്. നേരമുണ്ടോ? അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും 5 രൂപയായിരിക്കും. ഇത് മുഴുവൻ പറയുമ്പോഴേക്ക് എത്ര നേരം പിടിക്കും? പക്ഷേ ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ അവരിതെല്ലാ പുഷ്പാഞ്ജലിയും, അവിടെയുള്ള എല്ലാ പുഷ്പാഞ്ജലിയും ഒന്നിച്ച് കഴിക്കും. എല്ലാം 27 നക്ഷത്രവും പറഞ്ഞിട്ട് 27 നക്ഷത്രമേ ഉള്ളൂ.